എടാ ഈ ഡീമൺ സ്ലെയർ കാണാൻ വരുന്നുണ്ടാ? എടാ അത് കാർട്ടൂൺ അല്ലടാ. എന്നാൽ നീ കാർട്ടൂൺ കാണണ്ട. അപ്പോൾ എനിക്ക് ഡീമൺ സ്ലെയർ കാണാൻ സമയമായി, ഞാൻ പോവാണ്. നിങ്ങൾ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ എക്സ്പ്ലെയിൻ എന്താ സംഭവം ഡ്രാഗൺ അത് ഇതിനോടൊക്കെ എന്താ പറയുക? ആനിമി എന്ന് പറഞ്ഞാൽ അപ്പന്മാരെ വിചാരം എന്തോ കാർട്ടൂണാണ്, ചോട്ടാബിയുമാണോ ഡോറാബുജി പോലെയാണോ, ഇതൊക്കെയാണ് ചോദ്യം. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഈ ജാപ്പനീസ് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു പേരാണ് ആനിമെ എന്ന് പറയുന്നത്. ആനിമെ എന്തുകൊണ്ടാണ് ഇത്രയും അട്രാക്റ്റീവ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു കാർട്ടൂൺ പോലെയല്ല. നമ്മളിങ്ങനെ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്ത് കൊണ്ടുപോകും. ഒരുപാട് ടൈപ്പ് ഓഫ് ജോണേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോൺ എന്ന് പറഞ്ഞൊരു ജോണറുണ്ട്. അത് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് മെയിൽ ഓഡിയൻസിനെയാണ്. അതായത് പ്രധാനമായിട്ടും ആക്ഷൻ, അഡ്വഞ്ചർ അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ആനിമേഷൻസാണ്. ഇനി ഷോജോ എന്ന് പറഞ്ഞ മറ്റൊരു ജോണറുണ്ട്. അത് പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് ഫീമെയിൽ ഓഡിയൻസിനെയാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡ്രാമ പോലുള്ള സംഭവങ്ങൾ, റൊമാൻറ്റിക് ആയിട്ട് സംഭവങ്ങൾ. ഇനി ഇതിലൊന്നും പെടാത്ത ഇസക്കൈ എന്ന് പറഞ്ഞ മറ്റൊരു സബ് ജോണറുണ്ട്. അത് പ്രധാനമായിട്ടും കാണിക്കുന്നത് വെച്ചാൽ മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന പോലുള്ള കൺസെപ്റ്റുകൾ, നമ്മുടെ ഉള്ളിലുള്ള ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ആയിരിക്കാം. എല്ലാ തരത്തിലും നമ്മളിങ്ങനെ ചിന്തിപ്പിക്കുന്ന, എന്നാൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാവ് നമ്മളിങ്ങനെ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകതരം അഡിക്ഷനാണ് ഈ രീതിയിലുള്ള ആനിമേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പുറമെ സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ചില കൺസെപ്റ്റുകൾ, ചില റോ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കാണിക്കാറുണ്ട്. ഇതിന് പുറമെ നമ്മളെപ്പോഴും കാണുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ജോണേഴ്സും ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി പറയുന്ന ധാർമ്മികത അല്ലെങ്കിൽ പോരാട്ടങ്ങൾ, സ്നേഹം, സൗഹൃദം, ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന തീംസാണ്. അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ചേട്ടാ അത് കൊച്ചു ദ്വീപിൽ കാണുന്ന ഐറ്റംസ് അല്ല, ഇത് വലിയ വലിയ കൺസെപ്റ്റൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഞങ്ങൾ അതാണ് കാണുന്നത് പറയണം. ഇന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം ആനിമേഷൻ സിനിമകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60% പ്രൊഡക്ഷൻ നടക്കുന്നത് ആനിമേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബിസിനസ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആനിമേഷന് വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻസ് അല്ല. ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ പണ്ടുള്ള മിക്ക സിനിമകളും കംപ്ലീറ്റ്ലി ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള പിക്ചേഴ്സ് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ടുള്ള റിസർച്ചുകൾ നടത്തി എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ഇന്നും അവർ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ജാപ്പനീസ് ആനിമേഷൻ സിനിമയ്ക്ക് പറയുന്ന പേരാണ് ആനിമെ. അതുപോലെ തന്നെ ചൈനീസ് ആനിമേഷൻ സിനിമയ്ക്ക് പറയുന്ന പേരാണ് ഡോങ്ഹുവ. നിങ്ങൾ ഇന്നേ വരെ ആനിമേ സിനിമകൾ കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുതുടങ്ങാൻ ചെറിയൊരു ചെറുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പടം പറഞ്ഞുതരാം. സ്പിരിറ്റഡ് അവേ 2001 റിലീസ് ചെയ്ത പടമാണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. അതിൻ്റെ ഫ്രെയിംസ് കണ്ടാൽ പോലും നിങ്ങൾ എന്താ സംഭവം അങ്ങനെ കണ്ടുപോകുന്നൊരു സിനിമ. 2001 ഏറ്റവും മികച്ച ആനിമേഷൻ സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ പടമാണ് സ്പിരിറ്റഡ് അവേ. ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഈ പറഞ്ഞ മെഗാ സീരിയൽ പോലുള്ള ഒരുപാട് എപ്പിസോഡിലുള്ള ആനിമേസ് കാണാൻ താല്പര്യമില്ല, ഇതിനൊക്കെ ഒരു തീം എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നീട് കാണാൻ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ മിക്ക ആനിമേഷനും അതിൻ്റേതായിട്ടുള്ള ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ കണ്ടുപോകും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വമ്പ ഹിറ്റായിട്ടുള്ള ആനിമയാണ് വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ ഉണ്ട്. അത് വേണേൽ കണ്ടുപോകാൻ നെറ്റ്ഫ്ലിക്സിലുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആനിമി സീരീസ് കാണാൻ തുടങ്ങാം. മിക്ക ജാപ്പനീസ് ആനിമേസും വരുന്നത് ജാപ്പനീസ് കോമിക്സ് ആയിട്ടുള്ള ജാപ്പനീസ് മാങ്കയിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ആനിമേസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ നറൂട്ടോ, ഡ്രാഗൺ ബോൾസ്, അങ്ങനെ വമ്പ ഹിറ്റായിട്ടുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത വമ്പൻ സീരീസുകളാണ് ഇതെല്ലാം. ഇനി നിങ്ങൾക്ക് മോഡേൺ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആനിമി സീരീസ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് അല്ലെങ്കിൽ ഡെത്ത് നോട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, ഇങ്ങനെയുള്ള വമ്പൻ സീരീസുകളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ കണ്ടുപോകാം. ഇനി ഓൾ ടൈം മാസ്റ്റർ പീസ് അങ്ങനെ ഒരു ആനിമേ സിനിമ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കീറ പോലെ സിനിമകളുണ്ട്. 1988 പടമാണ്. എമ്മാതിരി പടം അറിയോ, അതിൻ്റെ ഒരു ഫ്രെയിം കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഇനി ഞാൻ കുറച്ച് മുന്നേ ഡോങ്ഹുവ എന്ന് പറഞ്ഞ മറ്റൊരു പേര് പറഞ്ഞായിരുന്നു ചൈനീസ് ആനിമേഷനെ കുറിച്ചിട്ട്. ഇപ്പം ലേറ്റസ്റ്റ്ലി ഈ ആനിമേ എന്ന് പറയുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ചൈനീസ് ആനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ടുള്ള പോപ്പുലാരിറ്റി കിട്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അതിനാണ് ഞാൻ ഡോങ്ഹുവ എന്ന് പറഞ്ഞത്. ഈ ഡോങ്ഹുവ സിനിമകളിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും ഹിറ്റായിട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നേഷ ഫസ്റ്റ് ഉണ്ട്, നേഷ സെക്കൻഡ് ഉണ്ട്. ഈ നേഷയുടെ ഒരു പോപ്പുലാരിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേഷ 2 കറണ്ടി അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ലോകത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5ാമത്തെ സിനിമയാണ് നേഷ. അപ്പോൾ എനിക്ക് ഡീമൺ സ്ലെയർ കാണാൻ സമയമായി. നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, വ്യത്യസ്തമായിട്ടുള്ള കഥകൾ കേൾക്കുവാനും ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ ആനിമയുടെ ലോകം എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽ ദാൻ ബൈ.